ആഹാ, നല്ല സാമാന്യ വിജ്ഞാനമുള്ള ഒരുത്തനാണുള്ളത്. ഇന്ത്യൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. എന്താ പേര്? സുരേഷ് പി. നീയൊന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു കാര്യമില്ല കേട്ടോ മോനെ. ഈ എണ്ണ നരിച്ചു തന്നെ എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ വയ്യ. പരീക്ഷാ പേപ്പർ നോക്കണതിന്റെ ഇടയിലാണ് ഓളൊരു എണ്ണ. ആമിന, എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാതെ വരാൻ കേട്ടോ. മൂന്ത വീർപ്പിക്കാതെ നീ അത് അടുപ്പത്ത് ഇറക്കി വെക്ക്. നമുക്ക് നാളെ ഇരിക്കാന്ന്. സ്വസ്ഥത തരില്ല, ഒരു മനുഷ്യനും സ്വസ്ഥത തരില്ല എന്ന് വെച്ചാൽ. മാഷേ ഒന്ന് വന്നേ. ആരാ അത്? ഒന്ന് വന്നേ, ഒരു സ്വകാര്യം പറയാനാ. ഇന്നേ? ആ. ആരാ? എന്ത് സ്വകാര്യം എന്നോട് പറയാനുള്ളത്? ഒന്ന് പുറത്തേക്ക് വരുന്നേ. അല്ല, സ്വകാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടാതിരിക്ക. ഇത്ര നാളോ? അല്ലാതെ എങ്ങോട്ടാ പോണേ? വല്ലാതെ ദൂരം പോയാലും ആമിനെ അറിയട്ടോ. നമ്മളെ കൽവ് ബേജാറാക്കല്ലേ. കുഞ്ഞാലിക്കുട്ടി മാഷ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി. ജീവനുണ്ടല്ലോ. സാധാരണ പ്രേതങ്ങൾ വീട്ടിൽ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോണത് രക്തം കുടിക്കാനാ. അതെ, മാഷിതെ ഇത്ര അടുത്തുനിന്ന് പ്രേതത്തിനെ കണ്ടു എന്നാ പറയണേ. രാവിലെ നോക്കുമ്പോ 102 ഡിഗ്രി പനി. ആണോ? മാഷോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞതാ, ആ വീട്ടിൽ കുട്ടികളും മക്കളുമായിട്ട് താമസിക്കാൻ പറ്റില്ല, അവിടെ പ്രേതശല്യം ഉണ്ടെന്ന്. പറഞ്ഞാ കേക്കണ്ടേ? അപ്പൊ ആരേലും ഒരു കറുത്ത ജനലുണ്ടെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു പിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഇപ്പൊ എന്തായി? കെട്ടുകളെയും മക്കളെയും രാവിലെ തന്നെ നാട്ടിലേക്ക് കയറ്റി വെച്ചു പറയണ കേട്ടു. ഇനി മാഷ് എവിടെ താമസിക്കും? ഇതിന്റെ മോളിലത്തെ മുറി ഒഴിഞ്ഞു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടോ മോളില്? പിന്നെ അല്ലെങ്കിലും മാഷക്ക് ഇപ്പൊ ചുരുണ്ട് കിടക്കാൻ എത്ര സ്ഥലം വേണം? മേനോൻ സാറേ എത്തിയല്ലോ. സാറേ, മേനോൻ സാറേ. സാർ അറിഞ്ഞില്ലേ? എന്ത്? നമ്മുടെ കുഞ്ഞാലിക്കുട്ടി മാഷ് കെട്ടി. അയ്യോ, എപ്പോ? അറ്റാക്ക് ആയിരുന്നോ? അറ്റാക്ക് ഒന്നുമല്ല, മാഷ് ജീവനോടുകൂടി തന്നെയുണ്ട്. ഓ, നമ്പ്യാർ ആളെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. ഞാൻ പേടിപ്പിച്ചതല്ല, മാഷ് പ്രേതത്തിനെ കണ്ട് പേടിച്ചതാ. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. അവിടെ വീട് കാലി ചെയ്തുകൊണ്ടിരിക്കുക. ആ കസാല സൂക്ഷിച്ചു വെക്കണേ, അതിന്റെ കാല് ഇളക്കണ്ട മോനെ. പിടിച്ചോ. ആ വന്നോ? കണ്ടു പറയാണ്ട് പോണ്ടി വരുന്നു വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. ഈ കൂടിക്കാഴ്ച നമ്മൾ രണ്ടുപേരുടെയും ബാക്കിയാ. ഇതിന്റെ രണ്ടാം ജന്മമാണ് സാറേ. വിവരങ്ങളൊക്കെ നമ്പ്യാർ പറഞ്ഞു. പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷ് ഇതൊക്കെ വിശ്വസിക്കുക പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രേതത്തിനെന്ത് പഠിപ്പും വിവരും? നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാണ്, അത് സത്യം. നേർക്ക് എന്താ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ തുടങ്ങിയ പനിയാ, ഇപ്പോഴും വിട്ടിട്ടില്ല. മനസ്സിലാകുന്നില്ല പോലും. ഒന്ന് വേഗം ആവട്ടെ. ഇനി ഒരു രാത്രി ഇവിടെ അന്തി കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അത് ആലോചിക്കാനേ വയ്യ. പിന്നെ വീട്ടിന് അഡ്വാൻസ് ഒരു 10,000 രൂപ തന്നിട്ടുണ്ട്. അതിന് 12 ദിവസത്തെ വാടക കഴിച്ചാൽ കിട്ടുന്ന സംഖ്യ തിരിച്ചെന്നാ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. മാഷർക്ക് അറിയാവുന്നല്ലേ എന്റെ അവസ്ഥ. അന്ന് അത്രയും വലിയൊരു തുക ഞാൻ വാങ്ങിയതിന് ഒരു അത്യാവശ്യത്തിന്റെ പേരില്ല. ഇപ്പോഴും അത് തിരിച്ചുതരാവുന്ന ഒരു സ്ഥിതിയിലല്ല ഞാൻ. ഒരു വാടകക്കാരൻ ഒഴിഞ്ഞു പോകുമ്പോ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ ഒരു ഹൗസ് ഓണർ ബാധ്യസ്ഥനാ. പക്ഷെ ഇത് മുന്നറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുന്നറിയിപ്പായിട്ടാണോ പ്രേതം വരുന്നത്? മാഷകാലം ഈ നാട്ടിൽ തന്നെ ഉണ്ടാവല്ലോ. മോളെ കല്യാണ ആവശ്യത്തിനായിട്ട് ഞാൻ വടക്കേപ്പുറത്ത് വിൽക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ കാശ് കിട്ടാതെ മറ്റൊരു തിരുമറിക്കുള്ള വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വീട് വേറെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കണം. അവിടെ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചത് അങ്ങനെ തന്നെ മാഷ ഏൽപ്പിച്ചോളാം. അപ്പൊ പുതിയ വാടകക്കാർ വരുന്നവരെ ഞാൻ കാത്തിരിക്കണം എന്നർത്ഥം. ഇരിക്കാതെ പറ്റൂല്ലോ. പക്ഷെ പോവല്ലേ? പോവാ. അതെ, ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് നാട്ടിലെത്തിക്കട്ടെ, വന്നിട്ട് വരെ ബാക്കി കാര്യം. പോവാ. കുട്ടൂസേ, വേണ്ട നീരുന്നോ? എന്താ? ഇതേ കുറച്ച് ലഡുവാ. എല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ നിന്ന് കളയരുത്. മോളത് മുത്തച്ഛന്റെ മുറിയിൽ കൊണ്ടുവച്ചോ. ആവശ്യത്തിന് ഓരോന്ന് മുത്തച്ഛ എടുത്തേ. വേണ്ട മുത്തശ്ശ, ഞാൻ തിന്നില്ല. എനിക്ക് മധുരം തിന്നാൻ പാടുണ്ടോ? വേണ്ട. ദേവി, മാളുവേ, ഇതാ നിനക്ക് സ്റ്റിക്കർ പൊട്ട്. ഓ, എന്തെല്ലാം ഡിസൈനിലായി ഇപ്പൊ ഈ കുന്ത ഇറക്കി വിടുന്നതേ. വണ്ടിയിൽ എന്റെ അടുത്തിരുന്ന പെൺകുട്ടിയുടെ നെറ്റിയല്
പാമ്പിനെ പോലെ ഒരെണ്ണം. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? സെൻട്രിൽ നിന്ന് അയച്ച പേപ്പർ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുക. ഏതോ ഒരു 140 രൂപ 50 പൈസ ചേർക്കാൻ വിട്ടുപോയത്രേ. ഇപ്പൊ എന്റെ പെൻഷൻ ഈ 140 രൂപ 50 പൈസ തൂങ്ങിക്കിടക്കുക. അതിപ്പോ പലിശയും പലിശയുടെ പലിശ എല്ലാം കൂടി ഒരു തുകയായിട്ടുണ്ട്. എന്നാ അത് കഴിച്ച് ബാക്കി തരാൻ പറഞ്ഞപ്പോ നിയമ തടസ്സം. സർക്കാർ കാര്യമല്ലേ, തിരുവനന്തപുരത്ത് ഇനിയും പോകേണ്ടി വരും. മാളുവേ, നിനക്ക് 2 കമ്മല് താമസിച്ച ലോഡ്ജിന്റെ താരത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. ഒറ്റ നോട്ടത്തില് വൈരമാണെന്നേ തോന്നുന്നു. നോക്കട്ടെ. അയ്യടാ, ദേ മാളു, നോക്കട്ടെ. ശേഖര, ആ കൈമള് വന്നായിരുന്നു. എന്നിട്ട് ആലത്തൂക്കാർക്ക് ബന്ധം വേണ്ടത്രേ. പെണ്ണിനെ മാത്രം മതി, വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മുടമ്പൻ ന്യായങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. ആരോ ഏഷണി കുട്ടിയതാണെന്നാ കൈമള് പറഞ്ഞു. എന്റെ മോക്ക് സമയമായിട്ടുണ്ടാവില്ല. ആഹാ, അയ്യോ, പങ്കുണ്ണിയായിരുന്നോ? കാറ് കണ്ടിട്ടേ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. മറ്റേ കാറിന്റെ AC ശരിക്കും പറക്കില്ല, നന്നാക്കാൻ കൊടുത്തിരിക്കുക. ആഹാ. ഇപ്പൊ വാങ്ങിയ കറുത്ത സീലാക്കാറ് അരവിന്ദ മാർക്കറ്റിൽ കൊണ്ടുപോയി. ഇന്ന് ചാണകവണ്ടി വരണ്ടേ? എനിക്ക് പിന്നെ എന്തായാലും മതി. എവിടേക്കാ ഈ വഴിക്ക്? ശേഖരേട്ടനെ കാണാനല്ലാതെ എനിക്ക് ഈ വഴിക്ക് വരേണ്ട കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്താ അതിന്റെ അർത്ഥം? എന്ത്? വെറുതെ കയ്യും കെട്ടിയിരുന്ന പോക്കറ്റിൽ കാശിക്കനെ കുമകുമ കുമകുമ എന്ന് നിറയണ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ ശേഖരേട്ടൻ? എസ്റ്റേറ്റ്, കാറ്, ബംഗ്ലാവ്, ഇതൊക്കെ ഉണ്ടാക്കി കാലും കെട്ടിരിക്കണതിന് പകരം ഈ കൈക്കോട്ട് കൊണ്ട് പാടത്ത് വെള്ളം മുറിക്കാൻ നടക്കണു. അങ്ങനെ കാലുമേ കാല് കയറ്റിയിരുന്ന കിട്ടാത്തൊരു സ്വത്ത് എനിക്കുണ്ട് പങ്കുണ്ണി. അതെന്ത് സ്വത്താ? മനസുഖം. മോൾക്ക് വരുന്ന കല്യാണാലോചനകള് 1, 2, 3 എന്ന് വഴിക്ക് വഴി മുടങ്ങി പോണത് കാണുമ്പോഴും കിട്ടും ഈ പറഞ്ഞ സുഖം. ആ കൈമള ഞാൻ കണ്ടു. ആലത്തൂരുകാരും പോയി നിറഞ്ഞു. വെണ്ണ മടിയിൽ വെച്ചിട്ട് നെയ്യിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ മോനായോണ്ട് പറയല്ല, അരവിന്ദാക്ഷനെ പോലെ മിടുക്കനായ ഒരു പയ്യനെ കിട്ടാൻ ശേഖരേട്ടൻ തപസ് ചെയ്യണം. എന്നാലും കിട്ടുമോ സംശയ. ആ അടക്കവും ആ ഒതുക്കവും ആ വിനയവും. ഓ, നല്ല വെയില. ശരിയാ. തല ചൂടാക്കാതെ പോ. ഈ പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അതിന് നീ വന്നത് ഞാൻ കണ്ടില്ലല്ലോ പങ്കുണ്ണി. എന്റെ കാര്യമല്ല പറഞ്ഞ്, മാമന് ഈ മൃതങ്ങും എടുത്ത് മാറ്റി വെച്ചേ എപ്പാ നോക്കിയാലും ഗുണു 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 ഗുണു. ഞങ്ങളത് മുഴുവൻ വിളിക്കില്ല സുഭദ്ര. കാലം മാറി. തെണ്ടി തിരിഞ്ഞു നടന്ന് ഞാൻ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കി. ദേ ഇതുവരെ മേടിച്ചു. അർദ്ധരാത്രി കുട പിടിക്കണമെന്ന് നാട്ടുകാർ പറയുന്നത്. പറഞ്ഞോട്ടെ, നാട്ടുകാരുടെ കുടയല്ലോ പിടിക്കണേ. സുഭദ്രയുടെ മോള് എന്റെ മരുമകളായിട്ട് വന്ന നാട്ടുകാരുടെ മുമ്പിൽ നമുക്കുള്ള അന്തസ്സെന്താ? അത് പറഞ്ഞ ശേഖരത്തിന് മനസ്സിലാവില്ല. അതാ ഞാൻ പറഞ്ഞത്, പോത്തിന്റെ ചവിട്ടിൽ വീണ വായിച്ചിട്ട് കാര്യമില്ല. അവള് പഠിപ്പ് വിവരമുള്ള കുട്ടിയല്ലേ പങ്കുണ്ണി. അത് രണ്ടുമില്ലാത്തവന്റെ കൂടെ എങ്ങനെയാ അയക്കുക? മാമാ, വേറെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന് വിവരില്ലാന്ന് മാത്രം പറയരുത്. മാമനെ അറിയോ? അടയ്ക്കാ കച്ചവടം മുഴുവൻ അവനിപ്പോ ഒറ്റയ്ക്കാ ചെയ്യണേ. ചാണകലോറി വന്ന പണിക്കാരുടെ കൂടെ ചുമക്ക അവനും ഒപ്പം കൂടും. ഒരു കുട്ട ചാണകം പോയ രൂപ 12. പിന്നെ പഠിപ്പ്. 9ാം ക്ലാസ്സിൽ 6 കൊല്ലം പഠിച്ചു. 10ലെ പരീക്ഷ 7 തവണ എഴുതി. ഇതൊക്കെ പഠിപ്പല്ലേ? ധൈര്യമായിട്ട് കയറിക്കോളൂ സാറേ. ഇതാണ് ഹാള്. പിന്നെ ഇപ്പുറം ഇടനാഴി, അപ്പുറം 2 ബെഡ്റൂം, പിന്നെ കിച്ചണ്, വർക്ക് ഏരിയ. ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഈ വാടകയ്ക്ക് സാറിന് കണി കാണാൻ കിട്ടൂല. സരോജം ശരിക്കും നോക്കിക്കോളൂട്ടോ. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ നല്ല ഒന്നാണ് ഒരു വെള്ള, പിന്നെ കാറ്റ്, ഫാൻ്റെ ആവശ്യം കൂടിയില്ല. ഓഫീസിലേക്ക് ഇവിടുന്ന് എത്ര ദൂരം കാണും? ഈ പാടാണ്ട് കടന്നില്ല ഓഫീസിലേക്കല്ലേ. പിന്നെ റോട്ടിലൂടെ ആവുമ്പോ ഒന്ന് ചിറ്റേണ്ടി വരും. മിസ്സിന്റെ മുഖം കണ്ടല്ലാതെ വീട് ഇഷ്ടായിന്ന്. മോശമില്ല, പക്ഷെ അഡ്വാൻസ് 10,000 എന്നൊക്കെ പറഞ്ഞ അത് ഇത്തിരി കൂടുതലാണ്. വാടക 5 10 കുറഞ്ഞാലും അഡ്വാൻസ് 10 താഴൂല. മൂപ്പർ കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ടേ. പുള്ളിക്ക് എന്താ പരിപാടി? മേനോൻ സാർ ഇൻകം ടാക്സിൽ ഇപ്പൊ റിട്ടയർ ചെയ്തു. കുറച്ച് ടൈറ്റിലപ്പോ. ശേഖരമേന്റെ ബാർഗവി നിലയം എന്ന് പറയുന്ന വീട് തന്നെയാണോ ഈ പ്രേതശല്യമൊക്കെ ഉള്ളത്? വീട് തന്നെ, പക്ഷെ അങ്ങനെ ഇത് ലോകം മുഴുവൻ അറിഞ്ഞോ? ഇത് കാളിയറോട് തങ്ങളെ ഇതിലൊന്നിനും വിശ്വാസമില്ലാത്ത ഒരാൾ എനിക്ക് കാണിച്ചു തരണേ. അതെ, 10 ചട്ടി വേഗം താഴേക്ക് എത്തിക്കും കേട്ടോ. നമസ്കാരം. കോൺട്രാക്ടറല്ലേ ബാലു? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചേട്ടാ ചേട്ടാ,
ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കോൺട്രാക്ടർ എന്താ വിളിച്ചിരിക്കുകയാണോ? ഏയ് ഞാൻ ഈ പലവയ്ക്ക് എന്തോ കേട്ടണമെന്ന് കേട്ടപ്പോ എന്താണെന്ന് നോക്കായിരുന്നു. എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ജില്ലാ കൺവെൻഷൻ. ഓ സംഭാവന. 100 രൂപയോ? ഞങ്ങളൊരു കോൺട്രാക്ടറിൽ നിന്ന് മിനിമം പ്രതീക്ഷിക്കുന്നത് 1000 രൂപയാണ്. അയ്യോ, കോൺട്രാക്ടറിന് പേര് മാത്രമേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളാ ഞാൻ. ദിവസവും കൂലി കൊടുക്കാൻ തന്നെ ഭയങ്കര ടൈറ്റാ. പിന്നെ സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പറ്റി ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റം നടക്കാൻ പോവാണ്. ഞങ്ങളോട് കേറിയ പിന്നെ പറയണ്ടല്ലോ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് മോളേക്ക് ആവശ്യം വരില്ലേ? ഈ താങ്ങ് കൊടുക്കാനും വാർപ്പിനൊക്കെ. പിന്നെ അതിന് 10 രൂപ മുള ഞങ്ങൾ കൊണ്ടുപോകും. കൊടി നാട്ടാനാ സമ്മേളന സ്ഥലത്ത്. അയ്യോ, അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല തട്ടടിക്കുന്ന ടൈമായി. എന്നാ സമ്മേളനം? അടുത്ത ഞായറാഴ്ച. അപ്പൊ പിന്നെ പ്രശ്നമില്ല. തട്ടടിക്കേണ്ടത് പിന്നത്തെ ബുധനാഴ്ച. സമ്മേളനം കഴിഞ്ഞ് തിരിച്ചുകൊണ്ടിട്ടാ മതി. അത് ഞങ്ങൾ പറ്റും. എന്നാ വരും, വന്നാട്ടെ. 100,000 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെരുവാരം എന്റെ അടുത്തേക്ക് അയക്കരുതെന്ന്. അവരെ കണ്ട് മുങ്ങി എന്നെ നീ അവരുടെ മുമ്പിലേക്ക് തള്ളിവിട്ടു. ചേട്ടൻ മുങ്ങിയതാണെന്ന് ഞാൻ അറിയണ്ടേ? എടാ, അതിനാണ് കോമൺ സെൻസ് വേണമെന്ന് പറയുന്നത്. കോമൺ സെൻസ് ഇല്ലാത്തവന് ഒരിക്കലും ഒരു നല്ല കോൺട്രാക്ട് ആവാൻ പറ്റില്ല. അതുകൊട്ടെ സമ്മേളന സ്ഥലത്ത് കൊടി നാട്ടാൻ മുള നിന്റെ അപ്പൂപ്പനെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് ഈ ജന്മത്ത് കിട്ടാൻ പോണില്ല. എന്നാ പിന്നെ തരാൻ പറ്റില്ല എന്ന് ചേട്ടന് പറഞ്ഞാ മതിയായിരുന്നില്ലേ? എടാ, നയം വേണം. രാഷ്ട്രീയക്കാരെ മുഖത്ത് നോക്കി വെറുപ്പിക്കരുത് എന്നാണ് ഒരു കോൺട്രാക്ടർ ആദ്യം പഠിക്കേണ്ടത്. ഗുരുനാഥന്റെ മകനായി പോയില്ലേ? അല്ലെങ്കിൽ നിന്നെപ്പോലൊരു മരമണ്ടനെ 1 മണിക്കൂർ നേരെ എന്റെ ഐസ്പിനാട് ഞാൻ നിർത്തുകയില്ല. കോൺട്രാക്ടർ അല്ലേ? അതെ. നിങ്ങൾക്ക് പ്രേതത്തിൽ വിശ്വാസമുണ്ടോ? മനസ്സിലായില്ല. അല്ല, ടൗണിൽ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്നും ദിവസേന പോയി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു വീട് അന്വേഷിക്കുന്നതെന്നും കേട്ടു. നല്ല ഒന്നാന്തരം വീടുണ്ട്. വാടക ചില നീക്കുപോക്കൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അഡ്വാൻസ് 10,000 റുപ്യ തന്നെ കൊടുക്കണം. പിന്നെ എന്താ, അല്ലറ ചില്ലറ പ്രേതശല്യം ഉണ്ടെന്ന് മാത്രം. ആത്മധൈര്യമുള്ളവർക്ക് എന്ത് പ്രേതം? ധൈര്യത്തിന് കുറവൊന്നുമില്ല. ആ, പിന്നെ നിങ്ങളെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആലോചിക്കാം.